സോ ഗെറ്റ് ന്യൂസ് വരുന്നത് ചൈനയിൽ നിന്നാണ്. അതായത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ബാൻ ചെയ്തു. അതായത് ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ജിമ്മ്, ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേരുണ്ട്. ചിലവർ അത് ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറെ പറയും. ഇപ്പം എനിക്കുണ്ടായിട്ടുണ്ടാവും ഞാൻ ജിമ്മിൽ പോകുന്ന ടൈമിൽ അന്ന് എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഒന്നുമില്ല. ഞങ്ങൾക്ക് 400 രൂപ കൊടുത്തിട്ട് പോണ ജിമ്മിലാണ് പോകേണ്ടത്. അപ്പോൾ പേഴ്സണൽ ട്രെയിനർ അങ്ങനെയൊന്നുമില്ല. നമ്മൾ യൂട്യൂബിലും പിന്നെ അങ്ങനെ കുറച്ച് ആപ്സൊക്കെ നോക്കിയിട്ടാണ് പഠിക്കേണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ആ ഒരു ട്രെയിനർ പറഞ്ഞു തരും, പക്ഷെ അത് അത്രയ്ക്കൊന്നും ഓക്കെ അല്ലേ, എല്ലാവർക്കും സിമ്പിൾ സാധനം ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നോക്കുക. അപ്പോൾ ഈ നോക്കുന്ന ടൈമിൽ ഒരാൾ ഒന്ന് പറയാം, അതായത് ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇതേ കഴിക്കാൻ പാടുള്ളൂ പറയുമ്പോൾ അത് നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വേറൊരാൾ എന്നിട്ട് പറയും ഇങ്ങനത്തെ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കൺഫ്യൂഷനാണ്. അതായത് ആര് പറയണ എന്ത് കേൾക്കണം, രണ്ടുപേരും ഒരേ ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ജിമ്മിൻ്റെ ആൾക്കാർ തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ, വേറെ ആൾ പറയണോ ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഈ ടൈപ്പ് ഒന്നും ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇവർ ചുമ്മാ ചിലപ്പോൾ അലക്കി കൂടെ ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ ചൈന മിക്ക ആൾക്കാരും ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡിഗ്രി ഒന്നും ഇല്ലാതെ ഇത് പഠിച്ചിട്ട് വന്ന ആൾക്കാർ മാത്രം, അതായത് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി വേണം, ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കണ്ടന്റ് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. സോ അത് കുറേ ആൾക്കാരെ ബാൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പക്ഷേ അതങ്ങനെ അത്ര നല്ലതൊന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും, അതായത് എനിക്ക് കുറച്ച് നോളജൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഒരു കോഴ്സ് നോക്കിയിട്ട് പഠിച്ചത് അങ്ങനെയൊന്നുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതാണ്. എന്നാൽ ഞാൻ അവിടെയും പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം ഒരു 1 ലാഖിൻ്റെ അടുക്കൊക്കെ ഫീ കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഓൺലൈൻ നോക്കിയിട്ടാണ്. സോ അപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കേഷൻ ഇല്ല, എന്നാൽ ഇതെനിക്കിതൊക്കെ അറിയാം, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. സോ അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് മോശം തന്നെയാണ്, പക്ഷേ പറയാൻ പറ്റില്ല. എന്നാൽ വേറൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഡിഗ്രി ആവശ്യമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ വൈ നോട്ട് പൊളിറ്റീഷ്യൻസ്? അപ്പോൾ അവർക്കും അത് വേണ്ടേ? എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞതാണ് സംഭവം. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാം. മെയിനായിട്ട് അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരും, അതുപോലെ ഹെൽത്തിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ലോ എഡ്യൂക്കേഷൻസ് അതും കൊടുക്കണത്. കാരണം കുറേ ആൾക്കാർ മിസ്ലീഡ് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് കുറേ സേപ്പി ഉണ്ട് അവിടെ കൊണ്ടിട്ട്, കുറേ IPOs ഉണ്ട് അവിടെ കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. സോ മിസ്ലീഡ് ചെയ്യില്ല, അവരോരോ വിളിച്ച് പറയും. അത് കേട്ടിട്ട് ആൾക്കാർ പോയിട്ട് ഒന്നും പറയാതെ പോയിട്ട് ഇങ്ങനെ ചെയ്യും, അത് സ്കാം ആവും. അത് പിന്നെ സൂസൈഡ് കേസ് വരാനൊക്കെ എത്തും. സോ പറയാൻ പറ്റില്ല.